അസ്സലാമു അലൈക്കും. ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോസ് ഞാൻ ഇടുന്നത് വളരെ വിഷമത്തിലാണ് കേട്ടോ. മൂന്നാം പെരുന്നാളിൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആയിരുന്നു ഈ സമയത്ത് ഞാൻ ഇടേണ്ടിരുന്നത്. അത് നല്ലതുപോലെ ഇടാൻ പറ്റാത്തത് എനിക്ക് നല്ല വിഷമമുണ്ട്. ചോദിക്കുന്നുണ്ട് അവരെന്നോട് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ ഇത് പോയില്ലേ, ഇത് ഡിലീറ്റ് ആയി പോയില്ലേ, ഈ ഒരു ചിന്ത ഇത് റിക്കവറി തീർക്കാൻ വേണ്ടി ഞാൻ എത്ര ആപ്പുകളെ കയറ്റി അറിയാം. കുറേ ആപ്പ് കയറ്റി ഞാൻ ആർക്കെങ്കിലും അങ്ങനെ റിക്കവറി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അറിയിച്ചെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ വീഡിയോസ് റിക്കവറി കിട്ടുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോസ് എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. ആർക്കെങ്കിലും വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും അറിയിച്ചെങ്കിൽ ആ വീഡിയോ അങ്ങനെ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കും, ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുള്ള വീഡിയോ റിക്കവർ ആയിട്ട് എടുത്തിട്ടുണ്ട്, ഇനി മൊബൈൽ ഷോപ്പിൽ കൊണ്ടുകൊടുത്താൽ കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും അറിയിച്ചെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം ഇനി ബാക്കിയുള്ള വീഡിയോസ് കാണാം കേട്ടോ. ഞാൻ വളരെ വിഷമത്തിലാണ് വീഡിയോ ചെയ്യണതെന്ന് പറഞ്ഞില്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് എത്ര പേരുണ്ടായിരുന്നു അറിയോ? 22ഓളം പേരുണ്ടായിരുന്നു. ഒന്നാമത്തെ പെരുന്നാൾ നമ്മുടെ വീട്ടിൽ, രണ്ടാം പെരുന്നാൾ ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മൂത്ത ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. മൂന്നാമത്തെ പെരുന്നാൾ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അതായത് മൂത്ത ഏട്ടനും അതായത് ഇക്കാകി ഇത്താദിയും അവരുടെ 3 മക്കളും അതേപോലെ ഇമ്മ ഉപ്പ അവിടുത്തെ വട്ടുള്ളിത്തെ അമ്മ ഇപ്പയും അതേപോലെ ലൈലാത്ത രണ്ടാമത്തെ താത്ത മൂത്ത താത്താൻ്റെ 3 പെൺകുട്ടികൾ, അവരുടെ 2 പെൺമക്കളുടെയും 3 മക്കൾ, ഒരാളുടെ 3 മക്കൾ ഒരാളുടെ 2 മക്കൾ, പിന്നെ എന്താണ് രണ്ടാമത്തെ താത്തയും അളിയനും അവരുടെ മോളും, പിന്നെ ഞങ്ങൾ 4 ആളും, അങ്ങനെ 10-22 ആൾക്കാരോളം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ ക്വാർട്ടേഴ്സിൽ ഒരു പെരുന്നാൾ നടത്തുക എന്ന് പറയുമ്പോൾ അത്രയും ഒരു ചുരുങ്ങിയ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇവരെല്ലാവരും വരുമ്പോഴത്തേനും ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കലും അതിൻ്റെ ഇടയിൽ കൂടെ ഈ വീഡിയോസ് ഓരോ ഷോർട്ടായിട്ടുള്ള ഓരോന്നും ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഭയങ്കര വിഷമമായി. ഞാൻ അങ്ങനെ വീഡിയോ എടുത്തായിരുന്നു. തിരക്ക് ചെല്ലും പോരാ, കാരണം അടുക്കളയിലൊക്കെ ഓരോന്നോരോന്ന് വെക്കുമ്പോഴും പിടിക്കുമ്പോൾ അത്രയും എന്താ പറയുക, ഓരോന്ന് എങ്ങനെ വെക്കും എവിടെ വെക്കും അത്രയും തിരക്കിൻ്റെ ഇടയിൽ പോലും വീഡിയോസ് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ ഭാഗവും ഞാൻ മക്കളൊക്കെ ഫുള്ള് തിരക്കായിരുന്നു. കാരണം മക്കൾ ഇവരൊക്കെ ഉള്ള കാരണം അവരെ കൂടെ കളിക്കലും ഇതൊക്കെ ആയിട്ട് അവരൊന്നും വീഡിയോ എടുക്കാൻ പോലും വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നിട്ട് പോലും ഞാൻ ഓരോ ഭാഗവും ഞാൻ വീഡിയോസ് എടുത്തിട്ട് ഞാൻ എന്തായാലും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇങ്ങനെ അയക്കണം. അപ്പോൾ എല്ലാ വിശേഷങ്ങളൊക്കെ ഇടുന്നതല്ലേ. അപ്പോൾ അതും ഞാൻ എടുത്തതായിരുന്നു. ഒരു 10-25 വീഡിയോസ് ക്ലിപ്പായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, അവരെല്ലാതും നമ്മൾ ഫുഡ് കഴിക്കണതായാലും വെക്കണതായാലും ഒക്കെ എടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീടൊക്കെ ഫിനിഷാക്കിയതിൻ്റെ ശേഷം ഞാനും സീനാത്തിയും ലൈലാത്തിയും കൂടിയിട്ട് അമ്മായിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ചടുത്ത് തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അമ്മായിയുടെ വീട്ടിൽ പോയി. ഒരു 5:30 മണിയാകുമ്പോൾ ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് എല്ലാവർക്കും അതിൻ്റെ ഇടയിൽ കൂടെ ചായ വെച്ചിട്ട് എല്ലാവരും കുടിച്ച്, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞോള്, അതായത് സീനാത്താൻ്റെ മൂത്ത മോളും ഏറ്റവും ചെറിയ മോളും കൂടിയിട്ട് പോയി. അവരുടെ ഹസ്ബൻഡ് അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് പോയി. അവർ വെള്ളിയാങ്കലിയിൽ പോയി വരാമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരാനിട്ട് അവരൊന്ന് പോയി എൻ്റെ ഇടയിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മയും അതുപോലെ സീനാത്താൻ്റെ രണ്ടാമത്തെ മോള് സുന്ദരിയും അവളെ കുട്ടികളും എൻ്റെ മക്കളും ലൈലാത്താടെ മോളും എല്ലാവരും കൂടിയിട്ട് വീട്ടിലിരുന്നു. ഞാനും ലൈലാത്തിയും സീനാത്തിയും കൂടിയിട്ട് അമ്മായിയുടെ അടുത്ത് പോയി. 3 അമ്മായികളുടെ വീട് അടുത്തടുത്താണ്, പാടെ പെങ്ങന്മാരുടെ വീട്. അപ്പോൾ അവിടെ അമ്മായി വയ്യാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അമ്മായിയുടെ വീട്ടിൽ പോയി അവിടുത്തെ വിശേഷങ്ങളും അത് കഴിഞ്ഞിട്ട് നബീസ് അമ്മായിയുടെ പോയി, പിന്നെ എന്താ പറയുക ഐസമ്മായിയുടെ പോയി. അവിടുന്നൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അവിടെയൊക്കെ പോയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് 8-9 മണിയായിരിക്കും കേട്ടോ വരാറാകുമ്പോൾ രാത്രി. അപ്പോൾ വരുമ്പോഴത്തേനും ഇക്കാക ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, കോഴി, വൈകുന്നേരത്ത് ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ പറഞ്ഞു കേട്ടോ, താത്താർ പറഞ്ഞു ഉള്ളത് മതി, ഇനി വേറെ വെക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഉച്ചക്ക് തന്നെ വെച്ചതൊക്കെ ഉണ്ടല്ലോ, ഇനി മതി പറഞ്ഞ് ചോറായിരുന്നു. അപ്പോൾ ദോശമാവ് ആട്ടിയിട്ടുള്ള ദോശയുടെ മാവ് കിട്ടുമല്ലോ, അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗമൊക്കെ ഇറച്ചി കഴി വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന പാടെ ഞാൻ വേഗം പോയിട്ട് കോഴി കറി വെച്ച്, കോഴി വേഗം പകുതി മസാല പരട്ടിയിട്ട് പൊരിക്കാനും വെച്ച്. അപ്പോൾ അതിന് മക്കൾക്കൊക്കെ വിശക്കൽ തുടങ്ങിയിട്ട് ആ സമയമായില്ലേ. എത്ര പെട്ടെന്നുകൊണ്ട് അതും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അതൊക്കെ വെച്ച് റെഡിയാക്കി. എന്താ പറയുക, അതൊക്കെ അങ്ങനെയൊക്കെ എടുത്ത് അതാ പറഞ്ഞത്, ഒക്കെ അത്രയും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ വീട്ടിൽ എന്താണ് പെരുന്നാൾ ആഘോഷിച്ചിട്ടുള്ള വീഡിയോ പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അപ്പോൾ അതെങ്ങനെ പോയത് വെച്ചെങ്കിൽ എന്നിട്ട് ആകെ ഒരു 4-5 വീഡിയോസ് മാത്രമേ ബാക്കിയിലുള്ളൂ. ബാക്കിയുള്ള കംപ്ലീറ്റ് വീഡിയോസും ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്.
അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ ഡിലീറ്റായി പോയിച്ചെങ്കിൽ അതിൻ്റെ പിറ്റെന്ന ഞങ്ങളോടത്തെ കഴിഞ്ഞതിൻ്റെ പിറ്റെന്ന പിന്നെ നാസർഖാൻ്റെ അതായത് രണ്ടാമത്തെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് എല്ലാവരെയും കൂടി ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് വീഡിയോ എടുക്കാനുള്ള കാരണം പിന്നെ ഫോൺ തുറന്ന് നോക്കുമ്പോൾ കാരണം ഇത്രയും സാധാ ഒരു ഫോണല്ലേ ഇത്രയും വീഡിയോസ് ഉള്ള കാരണം ഇപ്പോൾ ഞാൻ ഓരോ വീഡിയോസ് എടുത്ത് പിന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫുള്ള് ഡിലീറ്റ് ആക്കിയതിൻ്റെ ശേഷം അടുത്ത വീഡിയോസ് എടുത്തത് അതിന് നേരം കിട്ടിയിട്ടില്ലല്ലോ. കാരണം 1-ാം പെരുന്നാളും 2-ാം പെരുന്നാൾക്കും 3-ാം പെരുന്നാൾക്കും ഒക്കെ ഫുള്ള് തിരക്കല്ലേ. അതുപോലെ ലാസ്റ്റ് ദിവസം നോമ്പറപ്പിക്കലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പറക്കുന്ന തലേ ദിവസത്തെ വീഡിയോ അങ്ങനെ എല്ലാം എടുത്തിട്ട് ഫോൺ ആകെ ഹാങ് ആയിട്ട് പ്രശ്നമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ 3-ാം പെരുന്നാക്കത്തെ എല്ലാ വീഡിയോസും കൂടിയിട്ട് മാർക്ക് ചെയ്തിട്ട് ഇക്കാൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഫോണത്തെ ഗാലറിയിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ വിചാരം ഇക്കാൻ്റെ ഫോണിലേക്ക് പിന്നെ എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് സെൻഡ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എന്തുണ്ടായി ഇക്കാൻ്റെ ഫോണിലേക്ക് ആകെ 3-4 വീഡിയോ മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് പോയിട്ടില്ല. എൻ്റെ ഫോണിൽ ഞാൻ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. ഇക്ക നല്ല വിഷമമായി നമ്മുടെ വീട്ടിലത്തെ പെരുന്നാളുടെ ആഘോഷത്തിൻ്റെ ഇങ്ങനെ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഭയങ്കര വിഷമം. എല്ലാവരുടെയും കുട്ടികളൊക്കെ ഞാൻ അങ്ങനെ അവരെ കളിക്കണതും കുട്ടികളെല്ലാവരും കൂടിയിട്ട് ക്വാർട്ടേഴ്സിൻ്റെ പുറത്തൊക്കെ കളിക്കണതും എല്ലാതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തിരക്കിൻ്റെ ഇടയിൽ കൂടെ. എല്ലാവരും ഫുഡ് കഴിക്കണതും അവിടെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നിലത്തും അവിടെ ഇവിടെ ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. നമുക്കുള്ള സ്ഥലത്ത് എല്ലാവരും കൂടി 10-22 പേരുണ്ടായിരുന്നു. നമ്മളുള്ള സ്ഥലത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കലും എന്ത് രസമായിരുന്നു എന്നറിയോ. ഒക്കെ എനിക്ക് അത്രയും മനസ്സിൽ ഒന്നും ആ സമയത്ത് അനുഭവിക്കാറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അതിങ്ങനെ ഷൂട്ട് ചെയ്തതല്ല. എന്നെ കാണുമ്പോൾ മനസ്സിൽ സന്തോഷമായിരുന്നു. ഇത്രയും പേര് ഒരുമിച്ചുണ്ടായിരുന്നല്ലോ അങ്ങനെ കാണാലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. ലാസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കാണാം എന്നുള്ളൊരു ഇതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മനസ്സിൽ മാത്രം ഇപ്പോൾ കാണാനായി ഒന്നും നേരിട്ടിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം തിരക്കിൻ്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടായി നിൽക്ക് പോലും ഓർമ്മയില്ല. കാരണം ഉച്ചയാകുമ്പോഴത്തേനും എല്ലാവരും വരലും ഫുഡ് കൊടുക്കേണ്ട തിരക്കും അങ്ങനെയൊക്കെ ഉള്ളതിലായിരുന്നു. എന്തൊക്കെയാണ് അവിടെ ഉണ്ടായി എന്നുള്ളത് തന്നെ ഓർമ്മയില്ല. അപ്പോൾ ഈ ഷൂട്ട് ചെയ്തത് മാത്രം കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ എന്നുള്ള തന്നെ ഒരു ഓർമ്മ ഉണ്ടാവുക. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇനി ലാസ്റ്റ് അവർ രാത്രി എല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിൻ്റെ അവിടെ നിന്ന് കിട്ടുള്ള കുറച്ച് വൃത്തിയാക്കുന്ന വീഡിയോസ് മാത്രമുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ ഇടാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാസർഖാൻ്റെ വീട്ടിലേക്ക് പിറ്റത്തെ ദിവസം പോണത്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് 3-ാം പെരുന്നാക്കത്തെ വീഡിയോസ് ഇല്ലാതെ ഞാൻ ഈ വോയിസ് ആയിട്ട് ഇടുന്നത്. എനിക്ക് അതൊക്കെ മനസ്സിലെന്താ ഭയങ്കര വിഷമം. എനിക്ക് ഏതെങ്കിലും ഇതേപോലെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു വീഡിയോ എല്ലാവരും കിട്ടിയാൽ മാത്രമേ അങ്ങനെ എനിക്ക് എൻ്റെ ഒരു നമ്മളെന്തെങ്കിലും വിചാരിച്ച കാര്യം അങ്ങനെ ആവാം എന്നൊക്കെ മനസ്സിൽ ഭയങ്കര ഇടങ്ങറാണ്. മനസ്സിലെന്തെങ്കിലും വിചാരിച്ചത് നടത്തണം എന്നുള്ളതും ഭയങ്കര ഒരു ഇതാണ് എനിക്ക്. അപ്പോൾ ഇത് 2-3 പിന്നേക്ക് നാസർഖാൻ്റെ അടുക്ക് പോകുമ്പോൾ വീഡിയോസ് എടുക്കാനൊന്നും ഒട്ടും മൂടുണ്ടായില്ല. എന്നിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്ന് എവിടെ എൻ്റെ ഫോണ്, ഇന്നെന്താ ഇങ്ങനെ ഇരിക്കണത്, ഇന്നെന്താ അത് എടുക്കണില്ലേ അവർ താരിങ്ങനെ. ഇത് രാത്രിക്കത്തെ എല്ലാവരും ഫുഡ് കഴിഞ്ഞിട്ട് അവരൊക്കെ കിടുന്നതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. 2 റൂമിലും കൂടിയിട്ട് മാഷാ അല്ലാ അവരെ 2 റൂമിലും ഒരു റൂമിൽ ഉമ്മയും കുഞ്ഞാത്തിയും ആഷ്മിയും കൂടിയിട്ട് കിടത്തി. പിന്നെ മറ്റേ റൂമിൽ സീനാത്താൻ്റെ 3 മക്കളും പിന്നെ അവരുടെ മക്കളും എല്ലാവരുടെയും കൂടിയിട്ട് ആ റൂമിലും കിടത്തി. പിന്നെ അവരൊക്കെ കിടത്തി അവിടെയൊക്കെ റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം അവരെ കിടത്തിയതിൻ്റെ ശേഷം ആ വാതിലൊക്കെ ഒന്ന് ചാരിയിട്ടിട്ട് പിന്നെ അവർക്ക് ഇനി ഒരു ഡിസ്റ്റർബ് ആവുണ്ടല്ലോ. അപ്പത്തിനൊരു 11 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പൊന്നും ഉറങ്ങിയിട്ടില്ല. പൊന്നും എൻ്റെ കൂടെ ഒരു ബലൂണും പിടിച്ചിട്ട് നടക്കുന്നുണ്ട്. ഞാനതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ കംപ്ലീറ്റ് ഹാളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുകയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇക്കാവ് വന്നിട്ടില്ല. അപ്പോൾ ഇക്കാവ് വരുമ്പോഴത്തേനും ഇനി ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഹാളിൽ വേണം ഇക്കും പൊന്നൂനും ഫാത്തിമാക്കും കൂടിയിട്ട് വിരിച്ചിട്ട് കിടക്കാൻ. ഇപ്പോൾ ചൂടല്ലേ ഹാളിൽ കിടക്കാനും സുഖമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ബ്ലാങ്കറ്റ് എന്തെങ്കിലും വിരിച്ചിട്ട് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അൽഹംദുലില്ലാ. അപ്പോൾ അവർക്കും അത് അവിടെ നിലത്തും കട്ടുമ്മലൊക്കെ പിന്നെ 2 കട്ടുമ്മലും ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അവരെ കിടത്തിയിട്ട് പിന്നെ കട്ടുമ്മ കിടക്കാൻ സ്ഥലമില്ലാത്ത കാരണം നിലത്തും ബ്ലാങ്കറ്റും തലക്കാണിയൊക്കെ വെച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു തുണി മതി, സുഖമായിട്ടുണ്ട് കിടന്ന് ഉറങ്ങിയാൽ മതി. അവിടെ റൂമിൽ നല്ല സുഖം. ഞങ്ങളുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് നല്ല തണവാണ്. ഒരു ഫാൻ ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല സുഖമാണ്. അപ്പോൾ അവർക്ക് അവിടെ ബ്ലാങ്കറ്റൊക്കെ വിരിച്ചു കൊടുത്ത് തലക്കാണിയൊക്കെ വെച്ച് കൊടുത്ത് കുട്ടികളൊക്കെ എല്ലാവരും നിലത്തും അതുപോലെ സിനാത്താൻ്റെ മക്കൾ പെൺകുട്ടികളൊക്കെ അങ്ങനെ കിടന്നു. ഇനി ഞങ്ങൾക്ക് നാളെ കൂടിയിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ കിടക്കാൻ. അങ്ങനെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താത്താറിനൊക്കെ പിന്നെ റൂമിൽ കുട്ടികളൊക്കെ കിടന്നതിന് ശേഷം പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്നിട്ടോ. ഒക്കെ കഴുകിയിട്ട് ക്ലീനാക്കി. താത്ത കുറേ പറഞ്ഞു പാവം ഞാൻ കഴുകാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ റെസ്റ്റ് എടുത്തോളി, അവർക്കും ഇപ്പോൾ അവിടെ പണി തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇക്കാ വന്നിട്ടില്ല. ഇക്കാ ഇപ്പോൾ എവിടുക്കാ പുറത്ത് പോയിക്കല്ല, കളി ഉണ്ടാകുന്ന അറിയില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരുവിധമൊക്കെ അൽഹംദുലില്ലാ കഴിഞ്ഞു. ഇനി ഇവിടെ തുടക്കണം.
മോപ്പ് അടിച്ചൊരു വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ തുടക്കണം. ഇനി ഞാനും ഉക്കായും പൊന്നും കൂടിയിട്ട് ഇവിടെ തുടച്ചിട്ട് കിടക്കണം. ഇതൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ തുടച്ചിട്ട് വേണം ഇവിടെ വിരിച്ചിട്ട് കിടക്കണം. ഇവിടെ ഫാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കണം. രാവിലെ താത്ത വന്നപ്പോൾ തിരുമ്പിട്ടതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മറന്നു ഇതൊക്കെ നിവർത്തിടാൻ. നല്ല ഇറിട്ടാണ് പുറത്ത്. പൂച്ചൊക്കെ ഉണ്ട് കൂട്ടിന് കേട്ടോ. ഇത് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും പിന്നാലെ. എന്താ കണ്ണ്. എന്നാ ഇവിടേക്കേ വായോ. എന്നാ വാ എന്നാ വായോ. എന്താ പൊന്നോ കണ്ണ്. എന്നാ എന്താ ഇറച്ചിമീൻ തിന്നൊന്നും മതിയായിട്ടില്ലേ? എൻ്റെ കാവലിന് ഇവിടെ നിൽക്ക്. ഞാനിതൊക്കെ ഒന്ന് തിരുമ്പിയതൊക്കെ ഒന്ന് തോരട്ടെ കേട്ടോ. കുറേ ഉണ്ട്. ഇതാ പോണു പിടിച്ചോ. ഇപ്പോൾ സമയം 12:19. അപ്പം അങ്ങനെ തിരുമ്പിയതൊക്കെ നിവർത്തിയിടൽ കഴിഞ്ഞു കേട്ടോ. ഇനി ചെറിയൊരു പണിയും കൂടി ഉണ്ട്. പണി എന്താണെന്നറിയോ? ഇതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ ഇതൊന്ന് മുറിച്ച് തോല് കളഞ്ഞ് വെക്കാനാണ്. ഇവിടെ ഞാൻ നേരം മുൾക്ക് താത്താര് കണ്ടാൽ ചീത്ത പറയും. ഈ എന്തിനാ പിന്നെ അതും ചെയ്യാമെന്ന്. നേരം മുൾക്ക് നമുക്ക് ചെയ്യാറുമില്ലേ ചോദിക്കും. അപ്പോൾ നാളെ ഉരുളക്കിഴങ്ങും പിന്നെ എന്താ ഭൂരി ഉരുളക്കിഴങ്ങും ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊന്ന് റെഡിയാക്കി വെക്കണം. ഭൂരി ഉണ്ടാക്കണം. 2-3 പച്ചമുളക് പൊടി. അപ്പോൾ ഇതൊക്കെ ഒന്ന് തോല് കളഞ്ഞ് വെക്കണം. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇനി നാളെ ഇൻഷാ അള്ളാ നാസിർഖാൻ്റെ വീട്ടിലാണ് 4ാമത്തെ പെരുന്നാൾ കേട്ടോ. അപ്പോൾ നാസിർഖാൻ്റെ എത്താത ഇന്ന് വൈകുന്നേരത്ത് വന്നിക്കണു. ഞാൻ പോണത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കട്ടുപ്പാറയ്ക്ക്. അപ്പോൾ നാസിർക്ക് ഇത്താതെയും ഇനി ഞങ്ങളെയും താത്താനെയും പിന്നെ എല്ലാവരുടെയും കൂടിയിട്ട് അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അടുത്ത 4ാം പെരുന്നാൾ നാസിർഖാൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നെക്സ്റ്റ് വീഡിയോ 4ാം പെരുന്നാളിൻ്റെ വീഡിയോ ആയിരിക്കും. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.